ഹായ്, ഞാൻ വ്ളോഗ് സൂപ്പർ സ്റ്റാർ ചാച്ചൻ. എൻ്റെ റുട്ടീൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാൻ വെളുപ്പിന് 4:30 എണീറ്റിട്ട് നമ്മൾ ചെറുതായിട്ട് കുക്കിംഗ് ചെയ്യും. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടി റാഗിയുടെ ദോശയും അതുപോലെ തന്നെ തലേദിവസം വെച്ചിട്ടുള്ള മട്ടൻ കറിയുമാണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ പാൻ റെഡിയാക്കി അതിന് മുമ്പായിട്ട് മുട്ട തിളപ്പിക്കുന്നുണ്ട്. അതും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകും. വെള്ളം ചൂടാക്കാനും കുളിക്കാനുള്ള വെള്ളവും കൂടെ ചൂടാക്കി വെച്ചു. അപ്പോൾ ചൂടാക്കാനായിട്ട് വെച്ചു. ആ മുട്ടയുടെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മളിട്ട് അത് ജസ്റ്റ് ആ തോല് പെട്ടെന്ന് വരാനായിട്ടാണ്. അത് കഴിഞ്ഞ് റാഗി ദോശ ഉണ്ടാക്കാനായിട്ട് മാവെടുത്തു അതിലേക്ക് സവോളയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ സവോള ചെറുതായിട്ട് മുറിച്ച് സവോള ആഡ് ചെയ്യും. കുറച്ച് പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്യും. നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു 5 മിനിറ്റോളം നമ്മൾ വെച്ച് കഴിഞ്ഞ് നമ്മുടെ പ്രാഥമിക ജോലികളെല്ലാം തീർന്ന് പ്രാഥമികമായിട്ടുള്ള ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് വന്നാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന. സമയമായപ്പോഴത്തേക്ക് വെള്ളം ഒരുമാതിരി തിളച്ച് വന്നു. അതുപോലെ തന്നെ മുട്ടയും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ട തിളച്ചു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ റാഗി ദോശ ഉണ്ടാക്കുവാണ്. ആദ്യത്തെ ഒന്നും വലിയ ഷേപ്പായിട്ട് വന്നില്ല എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ ഷേപ്പായിട്ട് വന്നില്ല, വൃത്തികേടായിട്ട് വന്നില്ല. അടുത്ത് പാൻ ചൂടാക്കാൻ വെച്ച് നമ്മൾ മട്ടൻ കറിക്ക് വേണ്ടുന്ന ഒരു ഇച്ചിരി ഓയിൽ, കോക്കനട്ട് ഓയിലാണ്, ഫ്രഷ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മട്ടൻ കറി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. ഇനി അത് ചൂടാവാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ 2 റാഗി ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. റാഗി ദോശ പാകമായി നമ്മൾ റാഗി ദോശ ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചാൽ ഞാൻ വേവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം മട്ടനും റെഡിയായി. ഞാനെപ്പോഴും സൂപ്പർ സ്റ്റാർ ചാച്ചൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണല്ലോ. ഇതേ കണ്ടോ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം റെഡിയായി. ഇനി നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങാനുള്ള സമയമാണ്. അതായത് 4:30 തുടങ്ങി 5:25 വരെയൊക്കെ നമ്മൾക്ക് ജോലിയുണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ മോനും കൂടെ വരുന്നുണ്ട്. മോൻ്റെ സ്കൂൾ ബാഗും എൻ്റെ ബാഗും മോൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് ഞാൻ പതുക്കെ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. ഒരു ദിവസത്തെ 1 മണിക്കൂർ, അതായത് എൻ്റെ തുടക്കത്തിലെ 1 മണിക്കൂർ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ പോകുന്നത് കാറിലാണ്. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് തൃപ്പൂണിത്തുറ വരത്തേക്ക് കാറിലാണ് പോകുന്നത്. കാരണം മോനുള്ളത് കൊണ്ട് നമ്മൾ കാർ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ മോനും വണ്ടിയിൽ കയറി ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുടരുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്